നമ്മൾ നെയ്തൽ മോൾക്ക് ഒരു ഗിഫ്റ്റും കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ സാധാരണ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് പകരം അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ബഡ്ജറ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണിത്. സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു സ്റ്റഡി ടേബിൾ വിത്ത് ചെയറാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ച കട എവിടെയാണ്, എന്ത് വിലക്ക് കിട്ടി, ഏതൊക്കെ മോഡലുകൾ അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയർ സെറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇരിപ്പിടത്തിൽ 4 സ്ക്രൂ ചെയ്യാനുള്ള ഹോളുണ്ട്. ഇങ്ങനത്തെ ഒരു ഫ്രെയിമിലേക്ക് അത് സ്ക്രൂ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ 2 സ്ക്രൂ ചെയ്യുകയാണ്. നമ്മൾ വീഡിയോ വളരെ സ്പീഡിൽ കാണിക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെ അസംബിൾ ചെയ്യണം എന്നുള്ളത് കൂടി കാണിക്കാനുള്ളതുകൊണ്ട് വളരെ സ്പീഡിലാണ് വീഡിയോ പോകുന്നത്. അപ്പോൾ 2 യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് സംഭവം എത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആ ലെഗും കൂടി ഇവിടെ സ്ക്രൂ ചെയ്ത് കഴിയുമ്പോഴേക്കും ചെയർ ഏകദേശം സെറ്റാവും. അപ്പോൾ ഇതിനും നമ്മൾ 2 സ്ക്രൂ ചെയ്യണം. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അത് കമത്തി ഇട്ടിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ഏകദേശം ഇരിക്കാൻ പറ്റിയ യൂണിറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചാര് കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ചാരിൻ്റെ തീമിൽ പിക്ചർ വന്നേക്കുന്നത് ഡോറ ബൂജിയുടെ പിക്ചറാണ് കേട്ടോ. അങ്ങനത്തെ ഒരു തീമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അവിടെ 4 സ്ക്രൂ ചെയ്യേണ്ട സെറ്റപ്പ് ഉണ്ട്. അത് നമ്മൾ പുറകിൽ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് വേണ്ട എല്ലാത്തരം സ്ക്രൂകളും നട്ടും ബോൾട്ടും എല്ലാം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു എച്ച് പോലത്തെ ഒരു യൂണിറ്റ് ഉണ്ട്. അത് നമ്മുടെ ചെയറിൻ്റെ സ്ട്രെങ്ത്തിന് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ 2 സൈഡിൽ നിന്നും 4 സ്ക്രൂ വെച്ച് ടൈറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെയർ സ്ട്രോങ് ആയിട്ട് അത്യാവശ്യം സെറ്റായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ നീല കളറിൽ കാണുന്നത് മെറ്റൽ പീസാണ്. അപ്പോൾ ചെയറിൻ്റെയും ടേബിളിൻ്റെയും അടിവശം ലോഡ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ മെറ്റൽ പീസ് ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. ഇനി നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാം. അതിന് ഈ ഒരു ഫ്രെയിം കാണുന്നത് സ്ട്രെങ്തൻ കൂട്ടാനുള്ളതും അതിൻ്റെ പിങ്ക് സൈഡിൽ വരുന്ന പീസുകളാണ്. മറ്റൊരു ടോപ്പാണ്. ഇതൊരു ബോക്സ് പോലെ സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു യൂണിറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് സൈഡ് പീസാണ്. സൈഡ് പീസിലേക്ക് നമുക്ക് ആ ഒരു ഫ്രെയിം, ഒരു ബ്ലൂ കളറിൽ കാണുന്ന മെറ്റലിൻ്റെ ഫ്രെയിം നമ്മൾ സ്ക്രൂ ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ള ഹോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് മറ്റേതുപോലെ സ്ക്രൂ അല്ല കേട്ടോ, നട്ടും ബോൾട്ടുമാണ്. അപ്പോൾ അതെല്ലാം ഇതിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് പാക്കേജിൻ്റെ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അസംബിൾ ചെയ്ത് മേടിക്കാം കേട്ടോ അവിടെ നിന്നിട്ട്. കാര്യം നമ്മൾ അസംബിൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മേടിച്ചുകൊണ്ടാണ്. ഇങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് 2 വീലറിൽ വെച്ചുകൊണ്ട് വരാം. അസംബിൾ ചെയ്ത യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ കാറിൽ പിക്ക് ചെയ്ത് വരേണ്ടി വരും. അങ്ങനെ 2 സൈഡ് നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഇരിക്കും ടേബിളിൻ്റെ സംഭവം. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു ബോർഡ് വെച്ച് കൊടുക്കണം. അതിൽ അപ്പുറത്തെ സൈഡിലും വെക്കാനുണ്ട്. അപ്പോൾ അത് വെക്കാനുള്ള ബോർഡാണ് ഈ കാണുന്നത്. അതിന് 2 സ്ക്രൂ കൊടുക്കാനുണ്ട്. സൈഡിലുണ്ട്, അടിയിലുണ്ട്, സെൻറ്ററിലുണ്ട്. അപ്പോൾ നമ്മളത് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിൽ നിന്ന് 2 സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെയ്യാനുണ്ട്. തിരിച്ച് വെച്ച് അപ്പുറത്തെ സൈഡും ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ ബോർഡുകൾ നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ 2 എഡ്ജും നമ്മൾ ലെവൽ ചെയ്ത് വെച്ചിട്ട് നോക്കി കഴിയുമ്പോൾ ചില സമയത്ത് ഹോള് മാച്ചായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചൊക്കെ നോക്കാം. കാര്യം നമ്മളിത് ആദ്യമായിട്ട് അസംബിൾ ചെയ്യുന്നതുകൊണ്ട് പല അപാകതകളും സംഭവിക്കാം. ഇപ്പോൾ ബോർഡ് നമ്മൾ തിരിച്ച് വെച്ച് കഴിയുമ്പോൾ ഹോള് മാച്ചായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് ഒരു പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതും പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടേബിൾ ഏകദേശം ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ വരുന്നൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കണം. അത് പ്ലേറ്റ് എന്നുള്ള ബോർഡാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് 4 സ്ക്രൂ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളൊന്ന് ചരിച്ച് വെക്കുകയാണ്. എന്നിട്ട് മുകളിൽ നിന്ന് സ്ക്രൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് 4 സ്ക്രൂ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ടേബിൾ മേടിച്ചിട്ട് അസംബിൾ ചെയ്യാനുള്ള ആളുകൾക്കൊരു അതെങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കമത്തി ഇട്ടിട്ട് ഇവിടുത്തെ അടിയിലൊരു ബോർഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബോർഡാണ് ഇനി പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ 4 ഹോളുണ്ട് സൈഡിൽ. ആ കാണുന്നതാണ് ഇവിടെ. അങ്ങനെ 4 ഹോളുകൾ നമ്മൾ ചെയ്യണം. പിന്നെ അതുപോലെ എഡ്ജിൽ വരുന്നുണ്ട് 2 ഹോളുകൾ. അത് ആ ഫ്രണ്ടിൽ വെച്ച ബോർഡിൽ നിന്ന് നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ആ 2 ഹോള് ഈ ഹോളിൽ നിന്ന് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ നമ്മളത് കയറ്റുന്നു. ആദ്യം തന്നെ നമുക്ക് അടിയിൽ നിന്ന് ഇട്ട് കൊടുക്കാനുള്ള സ്ക്രൂ. അപ്പോൾ നമ്മൾ കമത്തിയിട്ടേക്കൊണ്ട് മുകളിൽ നിന്ന് സ്ക്രൂ ചെയ്ത് അസംബിൾ ചെയ്യുകയാണ്. അവിടെ 4 സ്ക്രൂ വരും. അതുപോലെ സൈഡിൽ നിന്ന് 2 സ്ക്രൂ. അങ്ങനെ ടോട്ടൽ 6 സ്ക്രൂ അവിടെ വരും കേട്ടോ. സംഭവം നമ്മൾ അസംബിൾ ചെയ്താലും കടക്കാർ അസംബിൾ ചെയ്താലും സംഭവം പക്കയാണ്. കാര്യം ആ രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സും നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഡാമേജ് ആയാലും പ്രശ്നമില്ല. പിന്നെ അത്ര പെട്ടെന്ന് ഡാമേജ് ആവണ ഒരു പീസ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നിവർത്തി വെക്കുകയാണ്. ഇനി വെക്കാനുള്ളത് നമുക്ക് ടോപ്പ് പീസാണ്. ഡോറ ബുജിയുടെ തീമാണ്. അതുപോലെ പിങ്ക് ബ്ലൂ കളർ കോമ്പിനേഷനാണ്. ടോപ്പിൽ വരുന്ന ബോർഡിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ബോർഡർ പിടിപ്പിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോപ്പ് പിടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അത് അസംബിൾ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി കമത്തിയിടാണ്. കമത്തിയിട്ടിട്ട് ആ ബോർഡർ ചെയ്യണം. ബോർഡർ ഉള്ളത് ഒരു കണക്കിന് നല്ലതാണ്. കാര്യം നമ്മുടെ ബുക്കും പെൻസിലൊക്കെ പെട്ടെന്ന് സ്ലൈഡ് ചെയ്ത് ടേബിളിൽ നിന്ന് പുറത്തേക്ക് പോകില്ലല്ലോ. കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ആ ബോർഡർ 3 പീസ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കാര്യം ടോപ്പ് പിടിപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അത് കമത്തിയിട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ആ ടോപ്പ് മാത്രം കമത്തിയിട്ടിട്ട് മുകളിൽ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. ബോർഡറെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞു. ബോർഡർ ടോപ്പായിട്ട് ഏകദേശം 7 സ്ക്രൂ ചെയ്തു. അപ്പോഴൊക്കെ അത് പിടിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ടോപ്പ് നേരെ വെച്ച് നമ്മുടെ ടേബിളൊന്ന് നോക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മൊത്തത്തിലൊന്ന് കമത്തിയിടുകയാണ് കേട്ടോ. കാര്യം നമ്മുടെ ടോപ്പ് ആദ്യം കമത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടേബിളും കമത്തിയിട്ടിട്ട് സ്ക്രൂ ചെയ്യാനാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിയിൽ കിടന്ന് മറ്റേ കാറിൻ്റെ അടിയിൽ കിടന്ന് പണിയണ പോലെ പണിയാൻ വരും. ഇതാകുമ്പോൾ നേരെ വെച്ചിട്ട് നമുക്ക് സൗകര്യാർത്ഥം പണിയെടുക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഹോളുകൾ നമ്മൾ ചെയ്യാനുള്ളത്. മെറ്റൽ ഫ്രെയിം ടു
നമ്മുടെ ബോർഡിലേക്കാണ് സ്ക്രൂ ചെയ്യാനുള്ളത്. ഈ മെറ്റൽ ഫ്രെയിം വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോർഡ് പെട്ടെന്ന് ഡാമേജ് ആവില്ല കേട്ടോ. അതാണ് ഈ ഇങ്ങനെ മെറ്റൽ ഫ്രെയിം ഉള്ളത് എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. അങ്ങനെ നമ്മൾ ടോപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞ് സംഭവം നിമിർത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ടേബിൾ. അപ്പോൾ ടേബിൾ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സാധാരണ വലിക്കണ ഷെൽഫ് ഉള്ളതുണ്ട്, അതുപോലെ ടോപ്പ് തുറന്നിട്ട് ബുക്ക് വെക്കണതുണ്ട്. ഇതൊന്നുമല്ല കേട്ടോ, ഇത് നമുക്ക് ബുക്ക് വെറുതെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചെയറും കൂടെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ വന്നിരുന്ന് കഴിയുമ്പോഴേ ഇപ്പോൾ ടോപ്പ് തുറക്കണ പൊക്കുന്നതാണെങ്കിൽ മുകളിലുള്ള ബുക്കൊക്കെ മാറ്റേണ്ടി വരും അടിയിൽ നിന്ന് ബുക്ക് എടുക്കണമെങ്കിൽ. അതുപോലെ വലിപ്പ് വലിക്കാനാണെങ്കിൽ കുട്ടീനോട് ചെയർ ഉൾപ്പെടെ മാറ്റിയിട്ട് വലിപ്പ് വലിക്കേണ്ടി വരും. ഇതാകുമ്പോൾ അതൊന്നും ചെയ്യേണ്ട, നമുക്ക് കൈയിട്ട് ബുക്ക് എടുത്താൽ മാത്രം മതി. 3590 രൂപയാണ് ഈ സ്റ്റഡി ടേബിളിനും ചെയറിനും കൂടി വില വരുന്നത്. നമ്മളിത് മേടിച്ചത് ആലുവ മുട്ടത്തുള്ള ടോയ് മാളിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ട്, കാരണം ടോയ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് പ്രൈസിൽ ടോയ്സ് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വിലക്കുറവിൽ ടോയ്സ് മേടിക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടേക്കാം. 2000 രൂപ മുതലുള്ള സ്റ്റഡി ടേബിൾ അവിടെ ഉണ്ട്. അതുപോലെ വലിയ കൂടുതൽ ഷെൽഫുകൾ വരുന്ന വില കൂടിയ സ്റ്റഡി ടേബിളുകൾ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് മോഡലുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിപ്പ് വരുന്നതും അതുപോലെ ടോപ്പ് പൊക്കുന്നതുമായിട്ടുള്ള മോഡലുകളാണ്. 3350 രൂപയും 3490 രൂപയൊക്കെയാണ്. കൂടുതൽ മൂവിംഗ് ഉള്ള മോഡലുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ കുട്ടികളുള്ള നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതോടൊപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയൊക്കെ വന്നേക്കാം.